ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. പുറത്ത് മഴ തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. പുറത്ത് മഴ നന്നായിട്ട് തകർത്ത് പെയ്യുന്നുണ്ട്. അപ്പം നല്ല തണുപ്പുമുണ്ട്. നല്ല ബോഡിക്കൊക്കെ നല്ല തണുപ്പുണ്ട്. ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പും. നന്നായിട്ട് തണുപ്പുണ്ട്. മഴക്കാലവും തണുത്ത കാലാവസ്ഥയൊക്കെ വന്നാൽ നമുക്ക് വീട്ടിനകത്ത് ചെരുപ്പിടാണ്ട് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. അതെന്താണെന്ന് അറിഞ്ഞൂടാ. കാലൊക്കെ നിലത്ത് വെക്കുമ്പോൾ തന്നെ പാദത്തിൻ്റെ അടിയിൽ കൂടെ തണുത്ത് ഉച്ചി വരെ കയറും തണുപ്പ്. അപ്പോൾ അതുപോലൊരു തണുപ്പിലാണ് ഞാനിരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ട്. അപ്പം നിങ്ങളോട് എൻ്റേതായ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുണ്ടത്. അപ്പോൾ വിശേഷം എന്താണെന്ന് പറയാം. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അമ്പലത്തിലെ കാര്യം. അമ്പലത്തിൽ പോകുന്നതും അമ്പലത്തിലെ വിശേഷങ്ങളും അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ അച്ചമ്മ കൊച്ചുമക്കൾ വീഡിയോയിലായാലും നമ്മുടെ ഈ വീഡിയോസ് ചാനലിലായാലും അച്ചമ്മ കൊച്ചുമക്കൾ ചാനലിലായാലും നമ്മുടെ ഈ ഹേമസുധ എന്ന ചാനലിലായാലും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണ്. അപ്പം നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒരുപാട് പേര് നമ്മുടെ കഥ കാണാനും കേൾക്കാനും ഇല്ല കേട്ടോ. കുറച്ച് പേർക്ക്, ആ കാണുന്ന കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഞാനെൻ്റെ കഥ ഇവിടെ ആരംഭിക്കുകയാണ്. കഥ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? കഥ പറയാൻ ഞാനും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കഥ പറയാം. നമ്മൾ പല വീഡിയോയിലും മുമ്പെന്തോ ഞാൻ അതിനെപ്പറ്റിയൊരു വീഡിയോ ഇട്ടിട്ട് ഇതിനെപ്പറ്റിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഓർമ്മ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്തായാലും അന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറവായിരുന്നു. ഇന്ന് നമ്മുടെ ഫാമിലി അംഗങ്ങൾ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കഥ നിങ്ങളോട് പറയാൻ പോവുകയാണ്. കൂടുതലൊന്നും വളവള വലിച്ചു നീട്ടുന്നില്ല. മാക്സിമം ചുരുക്കി പറയാം. അപ്പം ഞാനും എൻ്റെ അമ്പലത്തിലെ അമ്മയുമായിട്ടുള്ള കഥയെന്ന് പറഞ്ഞാൽ എനിക്ക് 16 വയസ്സ് 16 വയസ്സുള്ള ആ സമയത്തൊക്കെ എന്തോ ആണെന്ന് തോന്നുന്നു. കറക്റ്റ് പിന്നീട് നമ്മളിങ്ങനെയൊക്കെ വന്ന് പറഞ്ഞുള്ള ആ ഒരു അറിവാണ്. അല്ലാതെ ആർക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിവും കാര്യമൊന്നുമില്ല. നമ്മളിലൂടെ വന്ന് അമ്മ പറഞ്ഞ അറിവുകൾ വെച്ചിട്ട് പറയുകയാണ്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക. ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മൈൻഡ് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ 16 വയസ്സുള്ള ആ ഒരു സമയം നമ്മുടെ ഇപ്പം എനിക്ക് ഏതാണ്ട് പ്രായങ്ങളൊക്കെ നമ്മുടെ ലൈവിലൊക്കെ പറയുന്നത് പോലെ പ്രായങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ 16 വയസ്സുള്ള സമയത്ത് നമ്മുടെ വീട്ടിൽ പശുവൊക്കെ ഉള്ള സമയമായിരുന്നു. 5-6 പശുക്കളും കാര്യങ്ങളൊക്കെ ഉള്ള സമയം. അമ്മ തന്നെയാണ് പശുക്കളെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പശുവിന് പാല് കറക്കുന്നതായാലും പിന്നീട് പറമ്പിൽ പോയി പുല്ല് പറിക്കുന്നതിനായാലും ഒക്കെ അമ്മ തന്നെയാണ് കൂടുതൽ പശുക്കളെ പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മ തന്നെയാണ്. അപ്പം നമ്മളും അതിന് പിൻഗാമികളായി ഞങ്ങളും സഹായിക്കാറുണ്ട്, ഞാനും ചേച്ചിയൊക്കെ. അപ്പം ഞങ്ങളുടെ സ്കൂളിലൊക്കെ പോയിട്ട് വന്ന പാടെ വരുമ്പോൾ തന്നെ അമ്മ ചോറൊക്കെ കോരി വെച്ചേക്കും. വന്ന പാടെ അതെല്ലാം എടുത്ത് ഞങ്ങൾ കഴിച്ചിട്ട് ഞാനും ചേച്ചിയായാലും നമ്മൾ വീടുകൾ തോറും ഇങ്ങനെ കാടി എന്ന് പറയുമ്പോൾ എപ്പോഴുള്ള പിള്ളേർക്ക് അറിയാമോയെന്ന് എനിക്കറിയില്ല. കാടി എന്ന് പറയുമ്പോൾ ഈ അരി കഴുകുന്ന വെള്ളം ഉണ്ടല്ലോ, അരി കഴുകുന്ന വെള്ളമായാലും പിന്നെ അരി വടിക്കുന്ന വെള്ളമായാലും വെള്ളമായാലും വീടുകളിൽ വേസ്റ്റ് അവർ കഴിക്കുന്ന പഴത്തിൻ്റെ തൊലിയായാലും ചക്കയുടെ ചവണിയായാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ പാത്രങ്ങൾ കൊണ്ട് വീടുകൾ തോറും വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ വീടുകളിലും നമ്മളിങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവരെല്ലാം അതിൽ വീത്തി വെച്ചേക്കും. നമ്മൾ കുടമോ ബക്കറ്റോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി അതെല്ലാം എടുത്തിട്ട് ശേഖരിച്ച് എല്ലാ വീടുകളിൽ നിന്ന് ശേഖരിച്ച് അത് വീടുകളിൽ നമ്മളെ വീട്ടിൽ കൊണ്ട് എത്തിക്കാറുണ്ട്. അമ്മയ്ക്കത് സഹായം. എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ പെറ്റമ്മയ്ക്കൊരു സഹായം എന്നുള്ള കാര്യത്തിൽ നമ്മളും അമ്മയെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കഥകൾ പറഞ്ഞ് വരികയാണെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട് കേട്ടോ. നമ്മുടെ ഈ നാടിനെക്കുറിച്ചും നമ്മളെക്കുറിച്ചും നമ്മുടെ ഈ നാട്ടിലെ കാര്യങ്ങളെ പറയുകയാണെങ്കിൽ ഏറെയുണ്ട്. അത് എപ്പോഴെങ്കിലുമൊക്കെ പറയാൻ വന്ന കാര്യം പിന്നെ പറയാണ്ട് പോവും. പിന്നെ നമ്മൾ അതിലോട്ട് വിഷയം അങ്ങോട്ട് പോവും. അങ്ങനെ നമ്മൾ പശുക്കളും നമ്മളും പിന്നെ അല്ലാതെ വേറെ നമ്മുടെ ഈ നാട്ടിലുള്ള ബിസിനസ്സും ജോലികളും അതൊക്കെ എപ്പോഴെങ്കിലുള്ള വീഡിയോയിൽ പറയാം. ഇതിൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പം നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനിടയിൽ പാലും കച്ചവടവും ഒക്കെ അങ്ങനെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനിടയിൽ ഞാനും 1-2 ലിറ്റർ പാല് ഞാനും അടിച്ചു മാറ്റും കേട്ടോ. 1-2 ലിറ്റർ പാല് ഞാനും അടിച്ചു മാറ്റണമല്ല, എനിക്ക് തരും കേട്ടോ. അപ്പം ഞാൻ അതിനുണ്ടല്ലോ തൂക്കുപാത്രത്തിലൊക്കെ ആക്കി
തൂക്കുപാത്രത്തിലൊക്കെ ആക്കി നമ്മൾ ഇവിടെയൊക്കെ ഈ പരിസരമൊക്കെ അമ്മ സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് വീട്ടിലൊക്കെ വന്ന് എല്ലാവരും പാല് വാങ്ങുന്നത് കൊണ്ട് നമ്മൾ ഈ പരിസരത്തൊന്നും നമ്മൾ സപ്ലൈക്ക് നിൽക്കില്ല. നമ്മൾ ഈ കിട്ടുന്ന പാലും കൊണ്ട് നേരെ എങ്ങോട്ട് പോകുമെന്നറിയാം, എൻ്റെ അമ്മാമ്മ വീട്ടിലോട്ട് പോകും. അമ്മാമ്മ വീട്ടിലോട്ട് പോകണമെങ്കിൽ പിന്നീട് നമ്മൾ കുറേ ദൂരം തോടുകൾ താണ്ടി ഇടവഴികൾ താണ്ടി നടന്ന് ഒരു അരമണിക്കൂർ നടക്കാൻ കിടക്കേടാ. ഒരു അരമണിക്കൂർ നടക്കാൻ കാണും. അപ്പം നമ്മളെ തോടുകളൊക്കെ ഇറങ്ങി കുഞ്ഞു വഴികളും മുടുക്കുകളും ഇടവഴികളും, മുടുക്കെന്ന് പറയുമ്പോൾ നമ്മളെ ചില കൂട്ടുകാർക്കൊന്നും അറിയാൻ പറ്റത്തില്ല. ഇടവഴികളൊക്കെ താണ്ടി പിന്നെ കായലും കടന്നാണ് നമ്മുടെ അമ്മാമ്മ വീട്ടിൽ പോണത്. അപ്പോൾ കടത്തുണ്ട് കേട്ടോ, വള്ളമുണ്ട്. ആ വള്ളത്തിലൊക്കെ കയറിയാണ് നമ്മുടെ അമ്മാമ്മ വീട്ടിലോട്ട് പോകുന്ന. കായലിനും കടലിനും നടുവിലാണ് എൻ്റെ അമ്മയുടെ കുടുംബം, അമ്മാമ്മയുടെയൊക്കെ കുടുംബം, അമ്മയുടെ കുടുംബം. ഇപ്പോഴവിടെ മാമനൊക്കെയാണ് താമസിക്കണം. മാമന് ഫാമിലിയൊക്കെയാണ് ഇപ്പോഴവിടെ താമസിക്കണം. നമ്മുടെ അമ്മാമ്മ മരിച്ച സമയത്ത് നമ്മൾ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ പിന്നെ ഈ ചാനലിലുണ്ട്. 1 വർഷം 1.5 വർഷത്തേക്ക് മുന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ അമ്മാമ്മയുടെ മരണത്തോട് സംബന്ധിച്ച് അമ്മാമ്മയുടെ കുടുംബവും മാമൻ്റെ മക്കളും കുഞ്ഞമ്മയുടെ മക്കളുമായിട്ടൊക്കെ ഉള്ള കുഞ്ഞു വീഡിയോ ഒക്കെ നമ്മുടെ ഈ ചാനലിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പാലും കൊണ്ട് ഈ 1-2 ലിറ്റർ പാലും തൂക്കിലാക്കി നമ്മളിങ്ങനെ നടന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് എണീറ്റ് കേട്ടോ. കഥകൾ പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത് കൂടി പോകണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ രാവിലെ എണീറ്റ് തലേദിവസം എനിക്ക് പൂവെന്ന് പറഞ്ഞ ജീവനാണ് കേട്ടോ. അന്നും ഇന്നും പൂവെന്ന് പറഞ്ഞ്, ഇന്നിപ്പോൾ കുറച്ചുകൂടെയൊക്കെ അതിൻ്റെ ആ ഒരു ടച്ചിങ് വിട്ടെന്ന് പറയാം. പൂവെന്ന് പറഞ്ഞ എൻ്റെ ജീവനാണ്. ജീവനെന്ന് വെച്ചാൽ ജീവൻ്റെ ജീവനാണ്. അന്നും ഈ ഓടിച്ചാടി നടക്കുന്നൊരു പ്രകൃതമാണ്. ആരെങ്കിലും എന്തെന്ന് കേട്ടാൽ കുന്തെന്ന് പറയുന്ന ഒരു സ്വഭാവം തന്നെയാണ് അന്നും. ആരും എന്ത് ചോദിച്ചാലും അതിന് തിരിച്ച് പിന്നീട് തർക്കുത്തരം പറയുന്നൊരു സമയം. അപ്പോൾ രാവിലെ നമ്മുടെ ഈ തൊട്ടടുത്തൊക്കെ കുഞ്ഞു അമ്പലങ്ങളുണ്ട്. നമ്മുടെ വീടിൻ്റെ കുറച്ചപ്പുറത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ മുല്ലയുണ്ടല്ലോ, നമ്മുടെ ഈ ഇതുണ്ടല്ലോ, എന്തോന്നിൻ്റെ എൻ്റെ അരശ് മരത്തിൽ ഇങ്ങനെ മുല്ല പടർന്ന് പന്തലിച്ച് കിടക്കും കേട്ടോ. അതിങ്ങനെ വിഴുന്ന് നിറഞ്ഞ് തൊഴിയും. മിനിറ്റുകൾ വെച്ചാണ് തൊഴിഞ്ഞിറങ്ങുന്നത്. അപ്പം നമ്മൾ വെള്ളം കോരാൻ പോകുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ തോടൊക്കെ നീന്തിയാണ് നമ്മൾ വെള്ളം കോരാൻ പോകുന്നത്. അന്ന് ഇത്രയും സജ്ജീകരണങ്ങളും സംഭവങ്ങളും ഒന്നുമില്ല. ഒരുപാട് വെള്ളം ഇറങ്ങിയും കയറിയും പിന്നെ തോടൊക്കെ നീന്തിയാണ് നമ്മളൊക്കെ വെള്ളം എടുക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളം എടുക്കാൻ പോകുന്നതിനടുത്താണ് ഈ അമ്പലം. അപ്പോൾ രാവെന്നില്ല, ഉച്ചയെന്നില്ല, വെളുപ്പിലെന്നില്ല, ഞാൻ എപ്പോഴും അമ്പലത്തിൽ എവിടെ പൂ കണ്ട് അവിടെ എല്ലാം പോവും കേട്ടോ, പൂ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അമ്പലത്തിലൊക്കെ ഇങ്ങനെ പൂ തൊഴിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും നമ്മൾ ഉച്ചയ്ക്കൊക്കെ വെള്ളം കോരാൻ പോവുകയാണെങ്കിൽ സ്റ്റെപ്പ് വെച്ചാണ് ഞാൻ ഓടുന്നത് കേട്ടോ, പൂ വാരാൻ വേണ്ടിയിട്ട്. ആരെങ്കിലുമൊക്കെ വന്ന് പറക്കിയിട്ട് പോകുമെന്നും പറഞ്ഞിട്ട് ഓടി മുല്ലപ്പൂ തൊഴിയുന്നതിനെ പോയി എടുക്കുമായിരുന്നു. അത് പോയിട്ട് നമ്മളിവിടെ തൊട്ടടുത്ത അമ്പലത്തിലൊക്കെ ഇങ്ങനെ ചെവയും വെള്ളിയൊക്കെ പൂ വാങ്ങിച്ചിടുന്നൊരു സമ്പ്രദായമുണ്ട്. അപ്പം അന്നൊക്കെ അതൊരു മത്സരമാണ് കേട്ടോ. ഇന്നൊന്നും അത് ആർക്കും ഒന്നും വേണ്ട. ഇന്ന് ആർക്കും ഒന്നിനോടും താല്പര്യമില്ല, ഒന്നും വേണ്ട. പണ്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ, എല്ലാ കാര്യത്തിനും മത്സരമാണ്. അപ്പോൾ ഇങ്ങനെ അമ്പലത്തിൽ പൂ വാങ്ങിച്ച്, നമ്മുടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തിൽ പൂ വാങ്ങിച്ചിടുമ്പോൾ വെളുപ്പിലെ സമയം തെറ്റി ആരെങ്കിലും വാരിക്കൊണ്ട് പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ട് വെളുപ്പിരാവിലെ 5 മണിയൊന്നുമില്ല ഓടും പൂ വാരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ കുട്ടിക്കാലം അങ്ങനെയൊക്കെ ആയിരുന്നു. ആ വഴികളിലൂടെയുള്ള സഞ്ചാരമായിരുന്നു എൻ്റെ യാത്രകൾ. സത്യം പറഞ്ഞാൽ എന്തിനു പറയണം, നമ്മുടെ ഈ 12 നമ്മളെ ധൃതുമതി വയസ്സറിയിക്കുന്നൊരു സമയമുണ്ടല്ലോ. വയസ്സറിയിക്കുന്ന സമയത്ത് പോലും അടങ്ങിയിരിക്കാത്ത ഒരാളാണ് ഞാൻ. ഇതും കൊണ്ട് നമുക്കൊന്നും അങ്ങനെ അറിയില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ പോയി അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് പോലും 5 ദിവസം അടങ്ങിയിരിക്കാത്ത ഒരാളാണ് ഞാൻ. ഇതിപ്പോൾ നമ്മുടെ ബന്ധക്കാരും കുടുംബക്കാരും ഒക്കെ കാണുകയാണെങ്കിൽ അവരോട് ഇതൊക്കെ എന്തിനാ ഇതിൽ വന്ന് പറയണമെന്നും. അപ്പം ഞാനും അമ്മയായിട്ടുള്ള കഥകൾ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞ് വന്നാണ് നമ്മൾ ഇത്രയും സമയം എത്തിയത്. ഇപ്പോൾ എത്ര മിനിറ്റ് ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 9 മിനിറ്റായി കേട്ടോ, 9 മിനിറ്റായി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി കഥ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്കി നമ്മൾ നാളെ പറയുന്നതായിരിക്കും.
അപ്പം നമ്മൾ ഇതുവരെ കഥ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത കഥയുമായിട്ട് ഇതിൻ്റെ ബാക്കി കഥയുമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്കി കഥ നാളെ എങ്ങനെ തുടരും, ഇതിൻ്റെ എങ്ങനെ പറയുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതേ ഫ്ലോയിൽ പറഞ്ഞുകൊണ്ട് പോയാൽ കുഴപ്പമില്ലായിരുന്നല്ലേ. ഇതേ ഫ്ലോയിൽ പറഞ്ഞുകൊണ്ട് പോയാൽ കാണാൻ നിങ്ങളാരും തീർത്ത് കാണത്തില്ല. അപ്പോൾ എൻ്റെ 12, 16 വയസ്സുള്ള ആ സമയത്തുള്ളൊരു കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയുമായിട്ട് നാളെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഈ കഥ നിങ്ങൾ കണ്ടിട്ട് കാത്തിരിക്കുക. നാളെ ഈ അടുത്ത കഥയുമായിട്ട് വരുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്കി എങ്ങനെ പറഞ്ഞു തുടങ്ങും, ഏത് ഫ്ലോയിൽ പറഞ്ഞു തുടങ്ങുമെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ഇപ്പം പറയുന്നതാണോ നാളെ പറയണമെന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ 12, 16 വയസ്സത്തെ പ്രായത്തിലുള്ള ആ ഒരു സംഭവമാണ് നിങ്ങളുമായിട്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയുമായിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. പാലും കൊണ്ട് നമ്മൾ പോകുന്ന കഥ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കഥയുമായി അമ്മാമ്മയുടെ വീട് വരെ എത്താൻ വേണ്ടിയിട്ട് കായലിൻ്റെ കടവത്ത് കായലിൻ്റെ കര വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കഥയുമായിട്ട് നാളെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.